ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷു ടൈം. നമ്മൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, 250 ml മെഷറിംഗ് കപ്പിൽ. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തുടർച്ച ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളൊരു 3 കപ്പ് പാൽ ഒഴിച്ച് പകുതി ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ കുറുക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് ടൈം പ്രോസസ്സിങ് ഉണ്ട്, എങ്കിലും നമുക്ക് ഹോം മെയ്ഡായിട്ട് തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊന്ന് കഷ്ടപ്പെടാം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറുക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പാൽ കുറുകുന്ന അനുസരിച്ചിട്ട് ഒരു ചെറിയ യെല്ലോയിഷ് കളർ വരും, ലൈറ്റ് യെല്ലോയിഷ് കളർ വരും. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് നോക്കുക. അപ്പോൾ പാലിന് കട്ടി കൂടുന്നതായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇതിങ്ങനെ കുറുക്കി എടുത്തുകൊണ്ടേയിരിക്കുക. നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇങ്ങനെ കുറുക്കണം. മാത്രമല്ല, നമ്മളൊരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമുക്ക് അടിക്ക് പിടിക്കാതെ ഇളക്കാൻ സാധിക്കും. ഇപ്പോൾ വേണ്ട ഇതിൻ്റെ കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. കാര്യം ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. ഈ ബട്ടർ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ ഇതിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളറിനും നല്ലതാണ് ബട്ടർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു ചില്ല് ബോട്ടിൽ ഇട്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാസം വരെയും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.